നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ആർത്തവ സമയത്ത് സാനിറ്ററി പാഡുകൾക്കും തുണികൾക്കും പകരം ആർത്തവ കപ്പ് അഥവാ മെൻസ്ട്രുവൽ കപ്പ് പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് പലർക്കും പല രീതിയിലുള്ള ആശങ്കയുണ്ട്. ആർത്തവ കപ്പുകൾ സുരക്ഷിതമാണോ? ശുചിത്വത്തോടുകൂടി നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവ വളരെ സുരക്ഷിതമാണ്. ആർത്തവ കപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടുന്ന രീതിയിൽ ഈ ആർത്തവ കപ്പ് ഉപയോഗിച്ചാൽ അത് നമുക്ക് സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. സാധാരണയായി 3 വലിപ്പത്തിലാണ് ഇത് കണ്ടുവരുന്നത്. സ്മോൾ, സാധാരണ രീതിയിൽ പ്രസവിക്കാത്തവർ, 5 സെന്റിമീറ്ററിൽ കുറവുള്ള സെർവിക്സ് ഉള്ളവർ, ലാർജ്, 30 വയസ്സിൽ കൂടുതലുള്ളവർ, സാധാരണ രീതിയിൽ പ്രസവിച്ചവർ എന്നിവർക്കാണ് ലാർജ് സൈസ് കൂടുതൽ ഉത്തമം. മീഡിയം, ഇതിന്റെ ഇടയിൽപ്പെട്ടവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങിച്ചേരുന്നതാണ്. കപ്പ് മാറ്റാതെ തന്നെ 12 മണിക്കൂർ വരെ ഉപയോഗിക്കാം. ദീർഘകാല അടിസ്ഥാനത്തിൽ പണം ലാഭിക്കാം. ഇത് സിലിക്കോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വളരെ സുരക്ഷിതമാണ്. മെൻസ്ട്രുവൽ കപ്പ് നിറഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾക്ക് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ സംശയങ്ങൾ തോന്നാം. കപ്പ് നിറഞ്ഞാൽ ഇത് നിറഞ്ഞു എന്ന് മാറ്റാനായെന്ന് നിങ്ങൾക്ക് തോന്നും. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. എങ്കിലും അതുമായി പൊരുത്തപ്പെട്ടാൽ ഇതൊരു പുതിയ ലോകം തന്നെയായിരിക്കും. കപ്പ് മുഴുവനായി നിറഞ്ഞതിനു ശേഷം മാറ്റുന്നതിനേക്കാളും സുഖപ്രദവും സുരക്ഷിതവും അതിനു മുൻപ് തന്നെ മാറ്റാവുന്നതാണ്. മെൻസ്ട്രുവൽ കപ്പ് എങ്ങനെ വൃത്തിയാക്കാം? മെൻസ്ട്രുവൽ കപ്പ് നിർബന്ധമായും വൃത്തിയാക്കേണ്ടതുണ്ട്. കപ്പ് അണുവിമുക്തവും നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും അത് വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. മെൻസ്ട്രുവൽ കപ്പ് തൊടുന്നതിന് മുമ്പ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകുക. രക്തവും മറ്റ് ദ്രാവകങ്ങളും കഴുകിക്കളയാൻ വേണ്ടി ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുക. ചെറിയ അളവിൽ സോപ്പോ മെൻസ്ട്രുവൽ കപ്പ് ക്ലീനറോ ഉപയോഗിച്ച് വിരലുകൾ കൊണ്ട് മൃദുവായി വൃത്തിയാക്കുക. മെൻസ്ട്രുവൽ കപ്പിന്റെ സ്റ്റെമ്മിലും അഗ്രഭാഗങ്ങളിലുമുള്ള മടക്കുകളിലും അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ആ ഭാഗം നന്നായി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. സോപ്പ് മുഴുവനായും പോകുന്നതുവരെ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കണം. സ്റ്റോറേജ് ബാഗിൽ ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങിയ വൃത്തിയായ തുണി കൊണ്ട് കപ്പ് നന്നായി തുടയ്ക്കുക. എന്നാലും മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രകൃതി സൗഹൃദമായിട്ട് മാറുന്നത് മെൻസ്ട്രുവൽ കപ്പുകളാണ്. സാധാരണ പാഡ്, സാനിറ്ററി പാഡൊക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ച് വലിച്ചെറിയുന്നൊരു സാഹചര്യമാണ്. അത് പ്രകൃതിക്ക് വളരെ ദോഷമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മെൻസ്ട്രുവൽ കപ്പിൻ്റെ ഉപയോഗം കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ നടന്നത്. എന്തായാലും മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ അകറ്റി അവ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അവ സൗഹൃദപരം തന്നെയാണ്.